ശിവോഹം, അതാണ് ശിവൻ. എന്താണ് ഈ മരണവും ശിവഭഗവാനും തമ്മിൽ? കൈലാസത്തിലൊരു ശിവൻ ഇരിപ്പില്ല. അങ്ങനെ ഒരു ശിവൻ ഉണ്ടെങ്കിൽ ആ ശിവൻ ഞാനാണ്. നാം ഓരോരുത്തരുമാണ്. അഹം ബ്രഹ്മാസ്മി ഓർ ശിവോഹം. മരണമെന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം. ശിവന്റെ നിറം എന്താ? കോൾ ബ്ലാക്ക്, കറുത്ത മനുഷ്യനാണ്. അല്ലെങ്കിൽ കടുത്ത നീല എന്ന് പറയും, കറുത്തതുപോലെയുള്ള നീല. ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഹോൾ, ഇരുട്ടിനെയാണ്. ഈ അനന്തമായ ഇരുട്ടിൽ എവിടെയോ ഒരു പൊട്ടിത്തെറി, മഹാവിസ്ഫോടനം, ബിഗ് ബാങ്, അത് സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രപഞ്ചം ഉദയം ചെയ്യുന്നത്. അതിൽ നാം ശിവനെയല്ലേ അന്വേഷിക്കുന്നത്? നാം ശിവനാണ്. പിന്നെ ശിവനെ അന്വേഷിക്കുന്നവരെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് ഗുരു യോഗി ശിവൻ. നമസ്തേ. നമസ്തേ. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് അങ്ങയുടെ ഇൻ്റർവ്യൂകൾ, രാഹുലുമായി എടുത്ത ഇൻ്റർവ്യൂകൾ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനിയും അങ്ങയെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വീണ്ടും അങ്ങയെ തേടി എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇത് ശിവരാത്രിയാണ്. ഗുരു യോഗി ശിവൻ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ശിവഭഗവാനുമായി ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ശിവരാത്രിയിൽ തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗുരുജി ശിവരാത്രി അത് ഏറ്റവും പവർഫുൾ ആയ ഒരു ദിവസമാണ് എന്ന് നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ നമ്മുടെ കാരണവന്മാരൊക്കെ നമുക്ക് പറയും. ശിവരാത്രി ദിവസം ഏറ്റവും പവർഫുൾ ദിവസം. ഈ ശിവരാത്രിയുടെ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ശക്തി സ്രോതസ്സിൻ്റെ, ആ വിശ്വാസത്തിൻ്റെ കഥകൾ അങ്ങയുടെ നാവിൽ നിന്ന് കേട്ടുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ശിവൻ? ശിവോഹം, അതാണ് ശിവൻ. ശിവ അഹം, ഞാൻ ശിവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ശിവസാധനയുടെ മൂലമന്ത്രം ശിവോഹം എന്നാണ്. അതായത് ഞാൻ ശിവനാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൈലാസത്തിലെ ശിവൻ ആര് എന്നൊരു ചോദ്യമില്ലേ? സർവ അറിവിൻ്റെയും അവസാനം മൗനമാണ്. അതെ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ. നമ്മൾ കളരി പഠിക്കും. കളരിയിൽ കംപ്ലീറ്റ് 18 അടവും വയലൻറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. ഈ വയലൻസ് എല്ലാം കൂടി ചെന്ന് നിൽക്കുന്നത് ഒരു എക്സ്ട്രീം സൈലൻസിലാണ്. അതെ. നമ്മളെത്ര ബഹളം വെച്ചാലും ഒടുവിൽ മതി, മിണ്ടാതെ ഇത്തിരി നേരം ഇരിക്കണം എന്ന് തോന്നും. രാഗങ്ങൾ, നമുക്ക് 72 മേളകർത്ത രാഗങ്ങളുണ്ട് അല്ലേ? ഈ രാഗം വെച്ചാൽ ആഗ്രഹം എന്നാണ്. നമുക്ക് 72 ഫണ്ടമെൻ്റൽ ഡിസയേഴ്സ്, ആഗ്രഹങ്ങളുണ്ടെന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ജന്യരാഗങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്. ഈ രാഗങ്ങളെല്ലാം തുടങ്ങുന്ന ഏതിൽ നിന്നാണ്? സപ്തസ്വരങ്ങളിലാണ്. ഈ സപ്തസ്വരം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ശ്രുതിയിലാണ്, ഒരു നിശബ്ദതയുടെ ഒരു ശബ്ദത്തിലാണ് അത് ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ 3ാമത്തെയും 4ാമത്തെയും മൂലകങ്ങളെയാണ് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ കേട്ടിട്ടില്ലേ നമഃശിവായ? ശിവൻ എവിടെ ഉണ്ടെങ്കിലും ഓ നമഃശിവായ, ചിലർ ഓം നമഃശിവായ, അല്ലെങ്കിൽ ഓം ഹ്രീം നമഃശിവായ, ഇങ്ങനെയൊക്കെ പറയും. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയും. പക്ഷെ അതിനൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അവിടെ ശക്തി പഞ്ചാക്ഷരിയായിട്ട് ശക്തിയും കൂടെ ചേർത്ത് ജപിക്കുമ്പോഴാണ് അതിന് ഹ്രീമും കൂടെ വരുന്നത്. അതായത് നമ്മുടെ ഈ പൗരാണികതയുടെ ആഴം അറിയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ഏതൊരു സംസ്കൃതത്തിലെ ഏതൊരു പുരുഷ ശബ്ദം എടുത്തിട്ടും അതിൽ ഈ ചേർത്ത് നോക്കിയാൽ സ്ത്രീ കിട്ടും. പുരുഷൻ സ്ത്രീ, നായകൻ നായിക, ദേവൻ ദേവി. അതുകൊണ്ടാണ് ഇതിനെ വള്ളി ദേവി എന്ന് പറയുന്നത്. ഇന്ന് വള്ളി എടുത്താൽ മിക്കവാറും ശിവം ശവമായി പോകും. അതാണ്. അപ്പോൾ അതിൽ ശിവൻ എന്ന വാക്ക് ആ ശക്തിയുമായിട്ട് ചേർന്ന് വരുമ്പോൾ പാസീവ് എനർജി ആക്റ്റീവായിട്ട് വരുമ്പോഴാണ് നമുക്ക് ശിവമയം ആയി വരുന്നത്. അപ്പോൾ ഇവിടെ
ന മ ശി വ യ എന്ന പഞ്ച അക്ഷരി. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങളാലാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ആഹാരം കഴിക്കണം, വെള്ളം കുടിക്കണം, ചൂട് നിലനിർത്തണം, ശ്വസിക്കണം, ഉറങ്ങണം. 5 രീതിയിൽ മൂലകങ്ങളെ, പഞ്ചഭൂതങ്ങളെ നാം എപ്പോഴും സ്വാംശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ശി വ, ശി എന്ന് പറഞ്ഞാൽ അഗ്നി, വ എന്ന് പറഞ്ഞാൽ വായു. അപ്പോൾ ഈ അഗ്നിയും വായുവുമാണ് ജീവനെ നിലനിർത്തുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്, ചിലർ പറഞ്ഞു അയാൾ മരിച്ചുപോയി. നമ്മൾ മരിച്ചു എന്നറിയാൻ നമ്മൾ എന്താ ചെയ്ത് നോക്കുന്നത്? ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കും. അവിടെ വായു ഉണ്ടെങ്കിൽ, ചെറിയ ശ്വാസമുണ്ടെങ്കിൽ പറയും ആൾ മരിച്ചിട്ടില്ല. തൊട്ട് നോക്കും, തണുത്തിട്ടില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അവിടെ ജീവൻ്റെ ലക്ഷണമാണ് അഗ്നിയും വായുവും. ഈ അഗ്നിയും വായുവിൻ്റെ പ്രത്യേകത, എവിടെ അഗ്നിയുണ്ടോ അവിടെ വായു ഉണ്ടാകും. ചെറിയ കാട്ടിലൊക്കെ കണ്ടില്ലേ, ചെറിയൊരു മരച്ചില്ലകൾ ഉറഞ്ഞായിരിക്കും ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകുന്നത്. അത് കരിയിലേക്ക് പിടിക്കും, പിന്നെ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വൈൽഡ് ഫയറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ അഗ്നിയും വായുവും പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നതാണ് വായുവും താപവും. വായുവും താപവും കൂടി ചേരുമ്പോഴാണ് വാദം എന്ന വാക്കുണ്ടാകുന്നത്. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം ത്രിദോഷങ്ങൾ, അതിൽ വാദം, പിത്തം, കഫം. ആ വാദത്തിൻ്റെ പ്രൊഡക്ഷൻ ഈ ശിവമാണ്. അഗ്നിയും വായുവും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇവിടെ ശിവൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. ഇദ്ദേഹത്തിൻ്റെ നിറം എന്താണ്? ശിവഭഗവാൻ. ശിവൻ്റെ നിറം എന്താ? കോൾ ബ്ലാക്ക്, കറുത്ത മനുഷ്യനാണ്. അല്ലെങ്കിൽ കടുത്ത നീല എന്ന് പറയും, കറുത്തതുപോലെയുള്ള നീല. ഇതിൻ്റെ അർത്ഥം, യഥാർത്ഥത്തിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഹോൾ, ഇരുട്ടിനെയാണ്. ഈ കലാകാരന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് പല ചിത്രങ്ങളിലും പല നിറങ്ങൾ നമ്മൾ കണ്ടു. പെട്ടെന്നാണ് അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ കൺഫ്യൂഷൻ അടിച്ചത്. കുറേ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോയി. യഥാർത്ഥത്തിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇരുട്ടിനെയാണ്. കാരണം ഇപ്പോൾ ബ്ലാക്ക് ഹോളും ബിഗ് ബാങ്ങുമാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത്. വെൻ ദർ ഈസ് നത്തിങ് ആക്റ്റീവ്, ഇറ്റ്സ് എൻ എറ്റേണൽ ഡാർക്ക്നെസ്. ഇപ്പോൾ ഈ മുറിയിൽ തന്നെ നാം പരസ്പരം കാണാൻ സാധിക്കുന്നത് ഈ പ്രകാശമുള്ളത് കൊണ്ടാണ്. പ്രകാശത്തെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ ഇവിടെ എന്ത് അവശേഷിക്കും? ഇരുട്ട്. സത്യം എന്ന് പറയുന്നത് ഇരുട്ടാണ്. അപ്പോൾ ഈ അനന്തമായ ഇരുട്ടിൽ എവിടെയോ ഒരു പൊട്ടിത്തെറി, മഹാവിസ്ഫോടനം, ബിഗ് ബാങ്, അത് സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രപഞ്ചം ഉദയം ചെയ്യുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ഉദയം ഈ എറ്റേണൽ ഡാർക്ക്നെസ്സിലാണ്. ആ എറ്റേണൽ ഡാർക്ക്നെസ്സിനെയാണ് ശിവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇരുട്ടിൻ്റെ ദൈവമാണ് ശിവൻ. ഇരുട്ടിൻ്റെ ദൈവമാണ് ശിവൻ. ശിവാരാധനയ്ക്ക് ഇരുട്ടാണ് ഏറ്റവും മികച്ചതെന്ന് പറയാറുണ്ട്. കാരണം അതാണ് സത്യം. നാം ഇപ്പോൾ ജീവിക്കുന്നു, അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു. പക്ഷേ ഒരു 12-14 മണിക്കൂർ കഴിയുമ്പോൾ ബ്രെയിൻ പറയും, നോ മോർ വേ, കമോൺ ലൈ ഡൗൺ. നമ്മളൊരു ഇരുട്ടിലേക്ക്, ഒരു ഉറക്കത്തിലേക്ക് വീണേ മതിയാവും. അപ്പോൾ അത് സത്യമാണ്. ആ ഇരുട്ടിൽ നിന്നാണ് പ്രകാശമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശിവൻ ആണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൻ്റെ ആ ഒരു രൂപകൽപ്പനയാണ് യഥാർത്ഥത്തിൽ ശിവഭഗവാൻ എന്ന് പറയുന്നത്. നോക്കൂ, ഈ ശൈവാരാധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന യോഗിവര്യന്മാർ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വലിയ ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്യുന്ന താപസ്യങ്ങൾ, നമുക്കറിയാം കുംഭമേളയൊക്കെ ആ സമയത്ത് നമ്മൾ കുറേ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ഇവരാരും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ അല്ല പോകുന്നത്. അവർക്കൊരു കാഷായ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണവും കുറേ രുദ്രാക്ഷമാലകളും കുറച്ച് ഭസ്മവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര കൊടും ശൈത്യത്തെയും അതിജീവിച്ചുകൊണ്ട് അവർക്കവിടെ ജീവിക്കാൻ പറ്റും എന്ന് പറയും. അവർക്ക് മോശമായ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാം ശിവമാണ്, സർവം ശിവമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വേഷഭൂഷാദികൾ, ഇപ്പോൾ അങ്ങ് എൻ്റെ മുന്നിലിരിക്കുന്നു, അങ്ങ് മനോഹരമായ ഒരു കുർത്ത ധരിച്ച് എൻ്റെ മുന്നിലിരിക്കുകയാണ്. അങ്ങും ശിവഭഗവാനെ ആരാധിക്കുന്ന, ഉപാസന ചെയ്യുന്ന യോഗിവര്യനാണ്, ഗുരുവര്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശിവഭഗവാനിലേക്ക് പോകുന്ന ആളുകൾ വിവിധങ്ങളായ കാറ്റഗറിയിൽ പോകുന്നു. ഇതിൽ ഏത് തീവ്രതയുള്ളത്, ഏത് തീവ്രത കുറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിൽ നാം ശിവനെയല്ലേ അന്വേഷിക്കുന്നത്? നാം ശിവനാണ്. പിന്നെ ശിവനെ അന്വേഷിക്കുന്നവരെ നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇതൊരു വലിയ അപകടമാണ്. ഞാൻ ശിവനാണ്, താങ്കളും ഞാൻ ശിവനാണെന്ന് മനസ്സിലായാൽ എവറിതിങ് ഈസ് മാനിഫെസ്റ്റിംഗ് ആസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദ യൂണിവേഴ്സ്
ബട്ട് ഫ്രം എ ഫണ്ടമെൻ്റൽ എനർജി. ഇതല്ലേ മോഡേൺ സയൻസ് പറയുന്നത്. യെസ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. എല്ലാം ഒന്നാണ്. അതിൽ അനന്തമായ കടലിൽ അനന്തമായ തിരമാലകളുണ്ട്. അതിലൊരു തിരമാലയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ എന്താണ് അടുത്ത തിരമാലയും ഞാനുമായിട്ടൊരു വ്യത്യാസം? അപ്പോൾ ഞാൻ അജ്ഞനാണെങ്കിലാണ് ഞാൻ തിരമാലയായി നിൽക്കുന്നെങ്കിലും ഞാൻ ആത്യന്തികമായി വെള്ളമാണ്, കടലാണ് എന്ന ബോധ്യം വന്നാൽ ശിവോഹം, ഞാൻ ശിവനാണ്. അപ്പോൾ ഞാനാകുന്ന ഈ അപാരതയിൽ പരിമിതമായ ഒരു ഉയർച്ചയാണ് താങ്കൾ എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ താങ്കൾ ഏത് വേഷം ധരിക്കുന്നുവെന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ആ അന്വേഷണം എവിടെയാണ് വരുന്നത്? ഞാൻ ശിവനാണോ ഇല്ലയോ എന്നുള്ള സംശയം എന്നിൽ നിൽക്കുമ്പോഴാണ് അതും ശിവനാണോ ഇല്ലയോ എന്ന സംശയം വരുന്നത്. അപ്പോൾ എനിക്ക് എന്നെ കണ്ടെത്താൻ ഞാൻ പരാജയപ്പെടുമ്പോൾ വേഷങ്ങളെക്കുറിച്ച് ഞാൻ സംശയാലുവാകും, അന്വേഷിയാവും. അപ്പോൾ കരുതും, ഓ ഇയാൾ അവിടെ താമസിക്കുന്നു, എനിക്ക് കഴിയാത്തതെന്തോ ഇയാൾക്കുണ്ട് എന്ന ആ ഒരു ത്വരയിൽ, അന്വേഷണ ത്വരയിലാണ് ഞാൻ അത് അന്വേഷിച്ച് പോണത്. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. ഇതൊക്കെ ഒരുതരം പ്രകടനത എന്നാണ്, പ്രകടനപരത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാഷായം യഥാർത്ഥത്തിൽ എന്തിനാണ് കൊടുക്കുന്നത്? നാണം മറയ്ക്കാൻ. നാണം പറയാൻ. അതിന് വേറെ ഏതെങ്കിലും തുണി കൊടുത്താൽ പോരെ? നാരായണ ഗുരു കാഷായം കൊടുക്കണമെന്ന് ആൾക്കാർ ശിഷ്യന്മാരൊക്കെ നിർബന്ധിച്ചു, ബാക്കി പിന്നെ പ്രമാണിമാരെല്ലാം നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാനത് ഉടുക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം എന്തെന്നറിയും? ഈ കാഷായം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ പരിത്യാഗത്തിൻ്റെ ലക്ഷണമാണ്. അതായത് എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിച്ചാൽ സാധാരണ 2 തരത്തിലാണ് ആ ശരീരത്തെ ഡിസ്പോസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്നുകിൽ കുഴിച്ചിടും, വെറേ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ ദഹിപ്പിക്കും. അപ്പോൾ ഒന്നീ മണ്ണിലേക്ക് മടക്കും, ഇല്ലെങ്കിൽ അഗ്നിക്ക് കൊടുക്കും. പഞ്ചഭൂതങ്ങളിലേക്കാണ്. അത് പഞ്ചഭൂതങ്ങൾ പ്രകൃതിയുടെ നിയമം. പക്ഷേ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങൾ ഇതാണ്. പിന്നെ ചില വിശ്വാസികൾ, ഈ പാർസികളിലെ, അവർ ഇതിൻ്റെ പുറന്തൊലിയൊക്കെ ചെത്തിയിട്ട് കഴുകന്മാർക്ക് തിന്നാൻ കൊടുക്കും. അത് വളരെ പരിമിതമായ ചില ആചാരങ്ങൾ. പക്ഷെ സത്യത്തിൽ പാരമ്പര്യമായോ ആത്മീയപരമായോ പൗരാണിക ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു ജീവൻ ശരീരം വെടിഞ്ഞാൽ അത് അഗ്നിക്കോ മണ്ണിനോ കൊടുക്കും. പിന്നെ ചിലരത് ഗംഗയിൽ ഒഴുകി വെള്ളത്തിന് കൊടുക്കും. അപ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. അത് തന്നെയാണ് ആശയം. പക്ഷേ ഈ ഭൂമിയുടെ പ്രത്യേകത, യഥാർത്ഥ മണ്ണിൻ്റെ നിറം ഏതാണെന്നറിയാം? കാവിയാണ്. ഇപ്പോൾ ഒരു ഗുരു ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, മഹാസമാധിയായാൽ ആ ദേഹത്തെ പിന്നെ ദഹിപ്പിക്കില്ല. കാരണം യോഗ അഗ്നിയിൽ നേറിയ ആ ശരീരത്തെ വീണ്ടും അഗ്നിക്ക് കൊടുക്കാതെ അത് മണ്ണിലേക്ക് വയ്ക്കും. അതുകൊണ്ടാണ് സമാധി ഇരുത്തുന്നത്. അപ്പോൾ 4ക്ക് 4 ഒരു അറ കെട്ടി അതിൽ ഈ കാവി മണ്ണും ഭസ്മവും കൂടി മിക്സ് ചെയ്ത് പൂവും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ശരീരത്തെ വെച്ചിട്ട് വീണ്ടും കാവി മണ്ണാണ് അതിൽ നിറയ്ക്കുന്നത്. അതായത് മണ്ണിൽ നിന്നുണ്ടായ ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന ആശയമാണ് അവിടെ പറയുന്നത്. ഈ കാവി മണ്ണാണ് കളരിയിൽ നമ്മൾ നല്ലെണ്ണയുമായിട്ട് ചേർത്ത് ദേഹത്തിടുന്നത്. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന പല മെജോറിറ്റി ഗുളികകളും യഥാർത്ഥത്തിൽ മണ്ണാണ്. അതറിയോ? റിഫൈൻഡ് ക്ലേ ആണ് നമ്മുടെ ഈ ഗുളികകൾ, ബേസ്. അതിലാണ് ഈ കെമിക്കൽ ചേർത്ത് വരുന്നത്. അതുപോലെ കുട്ടികൾ ഇഴഞ്ഞു തുടങ്ങുമ്പോൾ ഈ മണ്ണ് തിന്നും, മണ്ണ് ദഹിക്കും, അത് മരുന്നാണ്. അതുപോലെ തന്നെ കാവി മണ്ണിനെ ചില പ്രത്യേക പ്രോസസ്സിലൂടെ നമുക്ക് ഈ ആയുർവേദത്തിൽ വൈദ്യത്തിലൊക്കെ ചില പ്രയോഗങ്ങളുണ്ട് മണ്ണിനെ മരുന്നാക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ അഗ്നിയുടെ നിറം എന്താ? അതും കാവിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുകയാണ് എനിക്ക് ജീവിതം മതി, പരാശക്തിയോട് പറയാണ്, പ്രകൃതിയോട് പറയാണ്, നോക്ക് ഞാൻ എന്നെ കണ്ടെത്തി, ഞാൻ ദേഹം ഉപേക്ഷിക്കുകയാണ്. അത്രയും ശക്തമായ ത്യാഗഭാവമുള്ളവനാണ് യോഗി. അവനോട് പ്രകൃതി പറയും, നിന്നെ തിരിച്ചെടുക്കാറായില്ല. അതാണ് ഈ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഈ എല്ലാം വമ്പൻ ആത്മീയ സത്യങ്ങളെയാണ് കഥകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടുകയാണ്. അവനെ ഭ്രാന്തനെന്ന് വിളിച്ചു. പക്ഷെ അവൻ കാണിക്കുന്നത് ജീവിതത്തിൻ്റെ ഉയർച്ച വളരെ കഠിനമാണ്, എന്നാൽ ഇത് വീഴാൻ വലിയ താമസമൊന്നുമില്ല, അത് ഇങ്ങനെ ഈസിയായിട്ട് വരും. അതാണ് കല്ലുരുട്ടുന്നത്. പിന്നൊരു കഥയുള്ളത്, ഇവൻ ഈ ചുടല കരയിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ചുടല ഭദ്രകാളി നൃത്തത്തിന് വരുന്നു. അവസാനം മനുഷ്യനെ കണ്ട് പറയുമ്പോഴേ നീ പോകണമെന്ന് പറയും, കേൾക്കില്ല. അവസാനം ഭദ്രകാളി പറയും, ഇയാൾ ഭയങ്കര സിദ്ധനാണ്. ഒരു വരം ചോദിക്കുമ്പോൾ ഈ ഇടത് കാലിലെ മന്ത് വലത് കാലിലേട്ട് മാറ്റിക്കൊടുന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇളാ പിങ്കള നാഡികളുടെ ആ മാറ്റത്തെ ധ്യാനഭാവത്തിൽ അവതരിപ്പിക്കുന്നതാണത്. അപ്പോൾ ഇങ്ങനെ കഥകളിലൂടെയാണ് എല്ലാം
നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ത്യാഗഭാവം വരുന്ന ഒരു മനുഷ്യൻ അവൻ പൂർണ്ണമായും ശരീരത്തെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചാൽ അവൻ എവിടത്തേക്ക് കൊടുക്കണം ഈ ശരീരം? ഒന്നീ മണ്ണിലേക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ അഗ്നിയിലേക്ക് കൊടുക്കണം. പക്ഷേ പരാശക്തി പറയും, നോക്ക്, ബിയോണ്ട് ദ ടൈം. നാറാണത്ത് ഭ്രാന്തനോട് ദേവി പറഞ്ഞതുപോലെ നിന്നെ ഒരു ദിവസം മുന്നേ കൊല്ലാനോ ഒരു നിമിഷം എക്സ്റ്റെൻഡ് ചെയ്യാനോ എനിക്ക് കഴിയില്ല. ചുടലഭദ്രകാളിക്ക് പോലും ആ പ്രകൃതി നിയമത്തെ ലംഘിക്കാൻ കഴിയില്ല. സോ യുവർ ബർത്ത് വാസ് ഡിസൈൻഡ് എ പർട്ടിക്കുലർ ടൈം ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി ഡിക്ലെയർഡ് ദ ഡെത്ത്. അതൊരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഈ മനുഷ്യനോട് പരാശക്തി പറയും, നോക്ക്, നിന്നെ തിരിച്ചെടുക്കാറായില്ല. അപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്കിനി ജീവിക്കണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദിസ് ബോഡി എനിമോർ. ആ മനുഷ്യനാണ് പിന്നെ കാഷായം ധരിക്കുന്നത്. സോ അത് മണ്ണിലേക്കോ അഗ്നിയിലേക്കോ ഞാൻ എൻ്റെ ശരീരം സമർപ്പിച്ച് കഴിഞ്ഞു എന്ന ഒരു ഭാവം. പിന്നെ അവൻ ആഹാരം വേണ്ട, വസ്ത്രം വേണ്ട, പിന്നെ വീടില്ല, കുടുംബമില്ല, നാടില്ല. ആ മനുഷ്യനാണ് പ്രകൃതി ലയൻ എന്ന് വിളിക്കുന്നത്. അവരുടെ യൂണിഫോമാണ് കാവി. അങ്ങനെ കാവി, ഞാൻ പറയുന്നത് പൗരാണിക ഭാരത സംസ്കാരം ഇന്നത്തേതല്ലാന്ന് അങ്ങ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ആ മനുഷ്യൻ പിന്നെ സമൂഹത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ ഇവൻ അറിവിൻ്റെ ആത്മീയതയുടെ ഒരു ആൾ രൂപമാണ്. അതുകൊണ്ടാണ് ഇവനെ രാജാവ് പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. സന്യാസിയെ വഴിയിൽ തടയാൻ പാടില്ല. സന്യാസി ഒരു ഗ്രാമത്തിൽ വന്നാൽ ഗ്രാമവാസികൾ മുഴുവൻ അവരുടെ ഉത്തരവാദിത്വമാണ് സന്യാസിയെ പരിപാലിക്കുക. വിദ്യാർത്ഥികൾ കൂടെ കൂടും. കാരണം ഇവൻ്റെ വായിൽ നിന്ന് വരുന്നത് അപാര ശാസ്ത്ര സത്യങ്ങളാണ്. ആ അനന്തതയുടെ അനുഭവങ്ങളാണ് പിന്നെ അറിവായി വെളിയിൽ വരുന്നത്. ഈ നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതർ, വാതാപി ഗണപതിമ്പജയൊക്കെ എഴുതിയ ദീക്ഷിത കൃതികളെ അദ്ദേഹം ഒന്നും എഴുതിയതല്ല. ഇദ്ദേഹം ഒരു ട്രാൻസിൽ ഇങ്ങനെ പോവും, പെട്ടെന്നങ്ങ് പാടും. കൂടെ നടക്കുന്ന കുട്ടികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എഴുതിയെടുത്ത് സ്വരപ്പെടുത്തിയതാണ് ദീക്ഷിതർ കൃതികൾ. അപ്പോൾ അതുപോലെ ഈ സന്യാസി ഇപ്പോൾ വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷമേ വീട്ടുകാർ ആഹാരം കഴിക്കുക പോലും ഉള്ളൂ. അപ്പോൾ ഇതാണ് കാവിയുടെ. അപ്പോൾ ഇവൻ പിന്നെ സമൂഹത്തിൻ്റെ സ്വത്താണ്. അവന് ദേഹബോധമില്ല. ആ ഭാവം നാരായണ ഗുരുവിന് തെളിഞ്ഞില്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ശാരീരികബദ്ധമായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. ഹി വാസ് എ സോഷ്യൽ റിഫോമർ. സമൂഹം അനുഭവിക്കുന്ന ഉച്ചനീചത്വങ്ങളും ജാതിഭേദങ്ങളും ഒക്കെ ശരിക്കും ഇൻ്റലക്ച്വൽ ഫൈറ്റിലൂടെയേ അത് സമൂഹത്തെ മാറ്റിമറിക്കണം. ആ ഒരു വ്യക്തിബോധം, ശരീരബോധം ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം കാവി ഉടുക്കാതിരുന്നത്. പിടിയിടുന്നുണ്ട്. അല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, നമ്മൾ ഈ ആത്മീയാചാര്യന്മാരായി കാണുന്ന അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളായി കാണുന്ന പല ആളുകളും കഷായ വസ്ത്രധാരികളായിരുന്നില്ല. ചട്ടമ്പിസ്വാമി കഷായ വസ്ത്ര ആയിരുന്നില്ല. കാരണം ഇവർക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയത്തെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് 35-ാമത്തെ വയസ്സിൽ ഒരു ആത്മീയ ഗുരു ആകണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പോഴേ ഒരു കാഷായത്തിൻ്റെ, അതും പറ്റുമെങ്കിൽ ലിനനിൽ തന്നെ ഒരു മുണ്ടും ജുബയും വാങ്ങും എന്നതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. ആരോ ഒരു 4-4.5 കൊല്ലം കാഷായം ഉടുത്തിരുന്നു. ഈ ആശയം തെളിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ ദേഹം ഉപേക്ഷിക്കാൻ പ്രാപ്തിയൊന്നും ആയിട്ടില്ല, എനിക്ക് ശരിക്കും ഭൗതിക ബോധം ഉണ്ടെന്നും ആവശ്യമുണ്ടെന്നും ബോധ്യമായപ്പോഴാണ് ഞാനത് ഒഴിവാക്കി. ഞാൻ ഈ ശിവ ഭഗവാനിലേക്ക് മടങ്ങി വന്നാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു കഷായ വസ്ത്രവും ഉടുക്കുന്ന ഒരു ആത്മീയ ഗുരു, ഒരുപാട് പേരുടെ ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അതിനുശേഷം അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ കൊച്ചിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, രോഹിത്തിന് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ? ഞാൻ എൻ്റെ അടുത്തൊരു വലിയ പ്രൊജക്റ്റ് ഉണ്ട്. ഒരു വലിയ പ്രൊജക്റ്റാണ്, ഒരു 50 CR മുകളിൽ ചിലവ് വരുന്നതാണ്. അത് ഈ മേഖലയിൽ തന്നെ, മീഡിയ ഫീൽഡിൽ തന്നെ ഉള്ള ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ രോഹിത്തിനൊരു ഇൻവെസ്റ്ററെ പരിചയപ്പെടുത്തണം. പക്ഷേ ഒരു ചോദ്യത്തിൻ്റെ രോഹിത് ഉത്തരം പറയണം. എന്ന് വെച്ചാൽ എന്താണ് ഗുരു പറയൂ? രോഹിത്തിന് മരണത്തെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഇല്ല, എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആര് നോക്കും എന്ന ഭയം എനിക്കുണ്ടാവണം. എൻ്റെ സഹോദരി ഉണ്ട്, സഹോദരി സാമ്പത്തികമായി സെറ്റിൽഡാണ്, കുഴപ്പമൊന്നുമില്ല, ജോലിയുണ്ട്, അവർ നോക്കിക്കോളും. പിന്നെ എനിക്ക് ആരോടാണ് കമ്മിറ്റ്മെൻറ്റ്? എൻ്റെ ഭാര്യയോടാണ്. കുട്ടികളില്ല, ഭാര്യയോടാണ്. ഭാര്യയുടെ വീട്ടുകാർ അച്ഛനും അമ്മയും സാമ്പത്തികമായി സെറ്റിൽഡാണ്, അവർ നോക്കിക്കൊള്ളുമായിരിക്കും. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ഞാൻ എന്തിനാണ് മരണത്തെ ഭയക്കുന്നത്? ഇന്നിപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നോ അതിൽ ഞാൻ സന്തുഷ്ടനാണ്. പക്ഷേ നാളെ ഞാൻ സന്തുഷ്ടനാവണമെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ എത്തണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ, ഐ എം ഇംപ്രസ്ഡ്, നമുക്ക് അയാളെ കാണാം. ഞാൻ പിന്നീട് പോയില്ല. അത് മറ്റൊരു സത്യം, പോകുമായിരിക്കാം, അതൊക്കെ വരുന്ന പോലെ. അപ്പം ഈ മരണം, അപ്പോൾ ഒരിക്കൽ നമ്മുടെ അബാക്കിൽ തന്നെ നമ്മുടെ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരൻ വ്യാസൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശിവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മരണം. ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിവഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം മരണമാണ്. അത് പറഞ്ഞത്
പിന്നീട് അദ്ദേഹം എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കി പോയി. പക്ഷെ ഈ ഒരു സാധനം മാത്രം, ഈ ഒരു കോട്ട് മാത്രം റീലായി പോയപ്പോൾ വ്യാസനെ ഒരുപാട് പേര് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വ്യാസൻ പറഞ്ഞത് ഭഗവാനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മരണത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കും. മരണവും ശിവഭഗവാൻ. ഞാൻ ഇത് ചോദിക്കുന്നതിൻ്റെ കാര്യം നമുക്കറിയാം. ഗംഗയും ഗംഗാതീരത്തെ ശിവാരാധനയും ഘട്ടുകളിൽ നടക്കുന്ന ഈ ചുടലയിൽ നടക്കുന്ന ആരാധന, പൂജകൾ, അതുപോലെ മൃതാവശിഷ്ടങ്ങളുടെ അംശങ്ങൾ ഭക്ഷിക്കുന്ന യോഗികളെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ കണ്ടന്റുകൾ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മരണവും ശിവഭഗവാനും തമ്മിലുള്ള കണക്ഷൻ? നമ്മുടെ നാട്ടിലെ എല്ലാ ആത്മീയ അനുഭവങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും നല്ല കഥകളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ. അത് ഒരു കൊച്ചു കുട്ടിക്ക് ഒരു രോഗമുണ്ടെന്ന് സങ്കല്പിക്കുക. അവൻ വളരെ കൈപ്പേറിയ ഒരു ഔഷധം കഴിച്ചില്ലെങ്കിൽ അവൻ ചത്തുപോകും. ഇവനൊട്ടത് കഴിക്കില്ല, കാരണം ആ രോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് കുട്ടിക്ക് അറിയില്ല. പക്ഷേ ഇവനെ മരുന്ന് കഴിപ്പിച്ചേ നമുക്ക് രക്ഷയുള്ളൂ, കാരണം ഇവനെ നമുക്ക് വേണം. നാം എന്ത് ചെയ്യും? ഈ മരുന്നിൽ ഒരു ശർക്കര പാണിയിലൊക്കെ ഇട്ട് ഇവനെ ഫൂളാക്കും. മക്കളെ, ഇതാ നല്ല ഒരു ശർക്കര മിഠായി, പക്ഷേ നീ ഇത് ചവയ്ക്കരുതേ, വിഴുങ്ങിയ എന്നല്ല. ഇവനിത് വിഴുങ്ങും. അതോടുകൂടി നമ്മുടെ കാര്യം നടന്നു. കാരണം ഈ കൈപ്പേറിയ മരുന്ന് അവൻ്റെ ദേഹത്തെത്തി അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ആ ശർക്കര കൂട്ടിങ് ഇല്ലെങ്കിൽ അവനത് കഴിക്കില്ല. ഇത് അപകടമാണ്. ഇതുപോലെ ആത്മസത്യം അല്പം കൈപ്പേറിയതാണ്. അത് സാധാരണ ലൗകികർക്ക് അത് വഴങ്ങില്ല. പക്ഷെ ഇവനെ ഇത് കഴിപ്പിക്കണം, ഇതിനെക്കുറിച്ച് ഇവനെ ബോധവാനാക്കണം എന്ന് ഗുരുക്കന്മാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ കഥ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുടെ ശർക്കര പാണിയിൽ ഇത് മുക്കിയത്. പക്ഷേ ഈ വളരെ ഓവർ സ്മാർട്ടായ ആധുനിക മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ശർക്കര കോട്ടിങ് തിന്നാൻ തുടങ്ങി, എന്നിട്ട് ബാക്കി അങ്ങ് കളയാനും തുടങ്ങി. അതാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന കഥകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ഈ കോട്ടിങ്ങാണ്. ഇതിൻ്റെ അകത്തുള്ള മരുന്ന് എല്ലാം ആത്മസത്യങ്ങളാണ്. അപ്പോൾ അവിടെ മരണവും ശിവഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈലാസത്തിലൊരു ശിവൻ ഇരിപ്പില്ല. അങ്ങനെ ഒരു ശിവനുണ്ടെങ്കിൽ ആ ശിവൻ ഞാനാണ്. നാം ഓരോരുത്തരുമാണ്. അഹം ബ്രഹ്മാസ്മി ഓർ ശിവോഹം. പിന്നെ മരണം. എന്താണ് മരണം? മരണമെന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പഠിച്ചല്ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. വളരെ നല്ലത്. പക്ഷേ നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേശത കേട്ടിട്ടുണ്ടോ? ഏയ് പഴഞ്ചൻ, അതൊന്നും പഠിക്കരുത്. അതാണ് ഇവിടെ 5300 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് എന്നുള്ളതാണ്. എന്താണ്? നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേശത. അടുത്ത വരി പറയുന്നുണ്ട്, ഉഭയോരപി ദൃഷ്ടന്തോ തനയോ തത്വദർശി. തത്വദർശി എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ്. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ വ്യതിയാനത്തെ മനസ്സിലാക്കുന്നവനെ ശാസ്ത്രജ്ഞൻ എന്നാണ് വിളിക്കേണ്ടതെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് 5300 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വ്യക്തമാക്കി പറഞ്ഞാൽ മരണം എന്നൊന്നില്ല. കാരണം മരണമല്ലത് മാറ്റമാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ഐസ് കട്ട എടുത്ത് കയ്യിൽ തന്നാൽ അത് മേടിച്ചൂടെ? മേടിക്കാം. എന്നാൽ ഐസ് കട്ട എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് അറിയാമല്ലോ. ഈ ജലതന്മാത്രകൾ എന്തുകൊണ്ടാണ് ഐസ് കട്ടയായി മാറിയത്? അതിൻ്റെ താപവ്യതിയാനമാണ്. ഘനീഭവിച്ചു. അതിനർത്ഥം ടെമ്പറേച്ചർ ഹാഡ് ഗോൺ 0 ഓർ ബിലോ 0. അപ്പോഴല്ലേ അത് ഐസ് കട്ടയായത്. എന്നാൽ ആ താപത്തെ ഞാൻ കൂട്ടിയാലോ? വീണ്ടും ജലമാകും. ആ ജലത്തെ ഞാൻ വീണ്ടും തപിപ്പിച്ചാലോ? നീരാവിയെ വീണ്ടും ചൂടാക്കിയാലോ? അത് അപ്രത്യക്ഷമാകും. അപ്പോഴും അതവിടെ ഉണ്ട്. സോ അപ്പോൾ ആ മോളിക്യൂൾ, അപ്രത്യക്ഷമായ മോളിക്യൂൾസ് പ്രത്യക്ഷമാകാനെന്ന് അതിൽ നിന്ന് വീണ്ടും ഞാൻ ഊർജ്ജത്തെ, താപത്തെ മാറ്റിയാൽ അത് നീരാവിയാകും. നീരാവിയിൽ നിന്ന് വീണ്ടും ചൂടിനെ മാറ്റിയാൽ അത് വെള്ളമാകും. വെള്ളത്തിൽ നിന്ന് വീണ്ടും ചൂടിനെ മാറ്റിയാൽ അത് പഴയ പോലെ ഖരമാകും, ഐസാകും. ഇറ്റ്സ് എ സൈക്കിൾ. അപ്പോൾ ഐസ് കട്ടയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുത്താൽ ഐസ് കട്ട മരിച്ചപ്പോൾ എന്ത് ജനിച്ചു? വെള്ളം ജനിച്ചു. വെള്ളത്തിനൊരു ഐഡൻറ്റിറ്റി കൊടുത്താൽ വെള്ളത്തെ തപിപ്പിച്ചപ്പോൾ വെള്ളം മരിച്ചു. ആര് ജനിച്ചു? നീരാവി. നീരാവിയിൽ നിന്ന് താപത്തെ മാറ്റിയപ്പോൾ നീരാവി മരിച്ചു. അപ്പോൾ ആര് ജനിച്ചു? വെള്ളം ജനിച്ചു. വെള്ളത്തിൽ നിന്ന് വീണ്ടും ഞാൻ താപത്തെ മാറ്റിയപ്പോൾ ഐസ് കട്ട വീണ്ടും ജനിച്ചു. അപ്പോൾ ഇതിലെവിടെയാണ് മരണം, എവിടെയാണ് ജനനം? അപ്പോൾ ഇത്
തരംഗരൂപത്തിലുള്ള ഒരു ഊർജ വ്യതിയാനം മാത്രമാണ്. ഇത് തന്നെയാണ് സർവ്വചരാചരങ്ങളുടെ കാര്യത്തിൽ. അല്ലാതെ എങ്ങനെയാ? യു ആർ അവെയർ, യു ആർ അലൈവ് ബിക്കോസ് യു ഹാവ് 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലേ? ഇങ്ങനെ എൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന അബാക് മേരിയുടെ ഈ വ്യക്തി 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് ദേഹത്തുണ്ട്. ഇതിനൊരു 1-2 ഡിഗ്രി കൂടിയാൽ താങ്കൾ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ല. ഇല്ല. കാരണം അസ്വസ്ഥമാകും. 1 ഡിഗ്രി കൂടെ കൂടി കഴിഞ്ഞാൽ പിച്ചും പേയും പറയും. ഓ ടൈഫോയിഡ് ആയി, പിച്ചും പേയും പറഞ്ഞു തുടങ്ങി, ബോധം പോവുകയാണ്. ബട്ട് നത്തിങ് ഈസ് പെർമനൻ്റ്ലി ഡിസ്ട്രോയിഡ്. ആ ബോധം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. എന്തുകൊണ്ട്? താപം. ഇതേപോലെ ടെമ്പറേച്ചർ 2-3 ഡിഗ്രി താന്നാൽ വീഴും, പതുക്കെ മറിയാൻ തുടങ്ങും. അപ്പോഴും ബോധം പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് ഓരോ ടെമ്പറേച്ചർ ഡയമെൻഷനാണ്. ഈ പ്രോസസ്സിനെയാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി പ്രത്യേക ചിട്ടകളിലൂടെ ശരീര താപത്തെ വ്യതിയാനം വരുത്തിയാൽ പല ഡയമെൻഷൻസിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒരു 35 ഡിഗ്രിയിലേക്കൊക്കെ ഞാൻ ബോധപൂർവ്വം ഉയർത്തിയാൽ ഐ ക്യാൻ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് വെരി മച്ച് ഹിയർ. ഇവിടെ തന്നെ ഞാൻ വേറെ ചില സാധനങ്ങൾ കാണാൻ തുടങ്ങും. ഈ മനോരോഗമുള്ളവരുടെ കണ്ണ് ചുവന്നിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ഇങ്ങനെ അഗ്രസീവായിട്ടിരിക്കുന്നത്. കാരണം ഇവൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ട് ഇവന് ബോധം പോണതാണ്. അപ്പോൾ ആ സമയത്ത് ഇവനെ ഉന്മാദരോഗി എന്നാണ് വിളിക്കുന്നത്. ബട്ട് ഹീസ് എക്സ്പീരിയൻസിങ് ഡിഫറെൻറ്റ് വൈബ്രേഷൻസ്. ഇവൻ വേറൊരു ലോകം കാണുകയാണ്, സ്കിസോഫ്രീനിയ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ അവനൊരു 2-3 ഭൂമിക ദർശിക്കുകയാണ്. അത് രോഗിയാണ്, ഉന്മാദരോഗി. എന്നാൽ സാധനാബലത്തിൽ ഇതേ ടെമ്പറേച്ചറും ഇതേ മനോനിലയും ഉണർത്തിയെടുക്കുന്നവനുണ്ട് അഭ്യാസബലത്താൽ. അവനും ഈ പല ഭൂമികകൾ അനുഭവിക്കുകയാണ്. പക്ഷെ അവനെ യോഗി എന്ന് വിളിക്കും, ഇവനെ രോഗി എന്ന് വിളിക്കും. ഇവൻ ഉന്മാദം, അത് ഉന്മന്യം. സീ ദ ഡിഫറൻസ്. അപ്പോൾ ഇവിടെയൊക്കെ പ്ലേ ചെയ്യുന്നത് താപമാണ്. അപ്പോൾ മനസ്സിൻ്റെ ശക്തി കൊണ്ട് താപവ്യതിയാനം നടത്തുന്ന പ്രക്രിയയാണ് തപസ്. അത് ചെയ്യുന്ന ആളിനെയാണ് താപസൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് പ്രപഞ്ചത്തിലെ ജനന മരണങ്ങളുടെ അടിസ്ഥാന ഘടകം. അഗ്നിയാണ്. നമുക്കൊരു ഉപനിഷത്തുണ്ട്, കഠോപനിഷത്ത്. അതായത് നചികേതസ് എന്ന ബാലൻ മരണത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു യാത്രയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ മരണം ഇവനെ ഒളിച്ച് ഓടി നടക്കും. സാധാരണ ആൾക്കാർ മരണം വരുമ്പോൾ തിരിച്ചോടും. മരണത്തെ അന്വേഷിച്ച് ചെല്ലുന്നവൻ്റെ മുമ്പ് മരണം പാഞ്ഞു നടക്കും. ഒടുവിൽ മരണത്തെ പിടിച്ചിട്ട് ചോദിക്കും, നീ ആരേ എന്ന് ചോദിക്കുന്ന ആ അന്വേഷണ മനസ്സുള്ള ധൈര്യമുള്ള വ്യക്തിയെയാണ് നചികേതസ് എന്ന ബാലനായി അവതരിപ്പിച്ചിരിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ മാറ്റം. അപ്പോൾ അങ്ങനെ ഒരു മരണത്തിൻ്റെ ദേവനും അന്വേഷിയും സാധകനുമായിട്ടുള്ള സംവാദമാണ് കഠോപനിഷത്തായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൊടുവിൽ മരണദേവൻ എന്താണ് കൊടുക്കുന്ന ഉപദേശം? അവന് നീ അഗ്നിയെ ഉപാസിക്കൂ, അഗ്നി തത്വത്തെ മനസ്സിലാക്കൂ, അതാണ് എൻ്റെ രഹസ്യം. മനസ്സിലാവുന്നുണ്ട്? എത്ര രസമായിട്ടാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ അവിടെയും നമ്മൾ ചെയ്യുന്ന ഉപനിഷത്തെടുത്ത് തൊഴുത് പൂവൊക്കെ ഇട്ട് പൂജിച്ച് അതങ്ങനെയാണ് നചികേതസ്. കുട്ടികളെ ഇങ്ങനെ പറയും, ഇവനും അറിഞ്ഞൂടെ ഇത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ നചികേതസ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ അന്വേഷകനും അതിൽ പറഞ്ഞിരിക്കുന്ന മരണദേവൻ എന്ന് പറയുന്നത് എൻ്റെ അഗ്നിയാണെന്നും അറിഞ്ഞ് എൻ്റെ മൗനത്തിലേക്ക്, എൻ്റെ നിശബ്ദതയിലേക്ക് ഞാൻ അമരുമ്പോഴാണ് ഞാൻ മൗനിയാകുന്നത് അഥവാ മുനിയാകുന്നത്. അപ്പോൾ ബാഹ്യ ഉപാധികളിൽ നിന്ന് വിട്ട് ആന്തരികമായ അന്വേഷണത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പക്ഷേ ആ അനുഷ്ഠാനത്തെ കളഞ്ഞിട്ട് പ്രകടനത്തിലും അഭ്യാസത്തിലും മാത്രം വീണു പോകുന്നതാണ് നമുക്ക് മിസ്സാവുന്നത്. ഓക്കെ.